അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഹ്കാമുൽ ജനാസ. ജനാസയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പറഞ്ഞിരുന്നു. ജനാസ, ഒരാൾ മുസ്ലിമായ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും, ഒരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മേലിലും ആ തെറ്റ്, ആ ഫർള് എന്നുള്ള സ്ഥാനം നീങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഫർള് കിഫ എന്നാണ് ജനാസ നമസ്കാരത്തിന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. എന്നാലോ ആരും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ ആളുകളും കുറ്റക്കാരാകുന്ന ഒരു നമസ്കാരമാണ് മയ്യത്ത് നമസ്കാരം. ആ മയ്യത്ത് നമസ്കാരത്തെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4ാം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കഫൻ ചെയ്യേണ്ട രീതികളെക്കുറിച്ചും, സ്ത്രീ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടതെന്നും അതുപോലെ പുരുഷൻ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. മയ്യത്ത് നമസ്കാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഒന്നാമത്തത് എത്ര തക്ബീർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഓരോ തക്ബീറിന് ശേഷം എന്ത് ചൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്യാം. 4ാം ക്ലാസ്സിൽ പുസ്തകം എടുത്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അതൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിൽ പറയാൻ പോകുന്ന കുറച്ച് വിധികൾ, അഹ്കാമുൽ ജനാസയുടെ കുറച്ച് വിധികൾ നമുക്ക് വായിച്ചു നോക്കാം. എല്ലാവരും ബുക്ക് എടുക്കും. ഓക്കെ, ഇസ്ലാമിക് പാഠാവലി. അഹ്കാമുൽ ജനാസ. മുസ്ലിം മരണപ്പെട്ടാൽ അയാളെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും അയാളുടെ മേൽ നിസ്കരിക്കലും കബറടക്കലും മുസ്ലിങ്ങളുടെ മേൽ ഫർള് കിഫയാണ്, സാമൂഹ്യ ബാധ്യത ആകുന്നു. അതൊരു സാമൂഹ്യ ബാധ്യതയാണ്. ഒരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, അയാളുടെ മേൽ നിസ്കരിക്കണം, കബറടക്കണം. അതൊക്കെ മുസ്ലിൻ്റെ മേലെന്നാണ്. ഫർള് കിഫാണ്. ഫർള് കിഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. എന്നാൽ ആരും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഇനി എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് അല്ലേ? ഒരാളെ നമ്മളിത് പറഞ്ഞു, മുസ്ലിം മരണപ്പെട്ടാൽ അയാളെ കുളിപ്പിക്കണം. അപ്പോൾ കുളിപ്പിക്കുന്നത് എങ്ങനെ, അതുപോലെ കഫൻ ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ നിസ്കരിക്കുന്നത് എങ്ങനെയാണ്, കബറടക്കം അല്ലേ, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് അല്ല ഒസ്ലു, കുളിപ്പിക്കൽ. എങ്ങനെയാണ് കുളിപ്പിക്കൽ? ഷഹീദ് ആരെയാണ്, എങ്ങനെയൊക്കെയാണ് കുളിപ്പിക്കുക ജസ്റ്റ് ഒന്ന് വായിക്കാം. ഷഹീദ് അല്ലാത്ത എല്ലാ മയ്യത്തുകളെയും കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഷഹീദിനെ കുളിപ്പിക്കലും അയാളുടെ മേൽ നിസ്കരിക്കലും ഹറാമാണ്. ഷഹീദല്ലാത്ത, നോക്കി നോക്കൂ, ഷഹീദ് അല്ലാത്ത എല്ലാ മയ്യത്തുകളെയും കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഷഹീദിനെ കുളിപ്പിക്കലും അയാളുടെ മേൽ നിസ്കരിക്കലും ഹറാമാണ്. എന്നാൽ ഷഹീദായ ഒരാൾ എന്ത് വേണ്ട, കുളിപ്പിക്കും വേണ്ട, എന്നാൽ അയാളുടെ മേൽ നമസ്കരിക്കുകയും വേണ്ട. മയ്യത്തിൻ്റെ ശരീരം മുഴുവൻ ഒരു പ്രാവശ്യം വെള്ളം ഒലിപ്പിക്കൽ നിർബന്ധമാണ്. ഒരു തവണ എന്ത് ചെയ്യുക, കപ്പിലോ നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യുക, മയ്യത്തിനെ ഇങ്ങനെ കെടുത്തിയ ശേഷം ഉഷാറായിട്ട് നന്നായിട്ട് വെള്ളം ശരീരം മുഴുവൻ എന്ത് ചെയ്യുക, വെള്ളം ഒലിപ്പിക്കുക. ശേഷം ആദ്യം വുളൂ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം, ആദ്യം മയ്യത്തിനെ കെടുത്തിയിട്ട് ഓരോരോ രൂപങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് മയ്യത്ത് ചെയ്യേണ്ടതെന്നൊക്കെ, കുളിപ്പിക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യം വുളൂ, നമ്മൾ കുളിപ്പിക്കുന്ന തൊട്ട് മുമ്പായിട്ട് എന്ത് വേണം, വുളൂ ചെയ്ത് കൊടുക്കുക. പിന്നെ സോപ്പ് മുതലായവ ഉപയോഗിച്ച് ദേഹം മുഴുവനും 3 വട്ടം ഒന്ന് കഴുകണം. സാധാരണ നിലയ്ക്ക് പലരും പല രീതിയുമാണ് ഉപയോഗിക്കാറുള്ളത്. ചില ആളുകൾ ബക്കറ്റിൽ എന്ത് ചെയ്യും, വെള്ളം ഒന്ന് സെറ്റാക്കി സോപ്പും വെള്ളമൊക്കെ ഒന്ന് കലക്കി അത് മുക്കി ഒഴിക്കാറുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, ഒക്കെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കട്ടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നത് ആദ്യം വുളൂ ചെയ്ത് കൊടുക്കുക, സോപ്പ് മുതലായവ ഉപയോഗിച്ച് ദേഹം മുഴുവനും 3 വട്ടം കഴുകുക എന്നിവ സുന്നത്താണ്. കുളിപ്പിക്കുന്നവൻ മയ്യത്തിൻ്റെ ഔറത്ത് നോക്കുകയോ മറ കൂടാതെ തൊടുകയോ ചെയ്യരുത്. അപ്പോൾ നമുക്കറിയാം, പുരുഷൻ്റെ ഔറത്തും സ്ത്രീയുടെയും ഔറത്ത് പറഞ്ഞിട്ടുണ്ട്. പുരുഷനാണെന്നുണ്ടെങ്കിൽ മുട്ടുപുക്കിളിൻ്റെ ഇടയിലുള്ള മുഴുവൻ ഭാഗങ്ങളും മറച്ചിരിക്കണം. സ്ത്രീ ആണെന്നുണ്ടെങ്കിലോ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യണം, സ്ത്രീയും മറക്കണം. അപ്പോൾ അവിടെ ഈ ഔറത്തിലേക്ക് നോക്കുക. അപ്പോൾ മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗത്തോട്ട് എന്ത് ചെയ്യുക, നോക്കുക. അതുപോലെ മറ കൂടാതെ തൊടുക. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ ഗ്ലൗസൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് ചെയ്യേണ്ടത് കുളിപ്പിക്കുന്ന സമയത്തൊക്കെ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. മയ്യത്ത് ജീർണിച്ച അവസ്ഥയിലായതിനാൽ കുളിപ്പിക്കാൻ കഴിയാതെ വന്നാൽ തയമ്മം ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ മയ്യത്തിനെന്നില്ല, ചിലപ്പോൾ ജീർണിച്ചൊന്നാൽ ചിലപ്പോൾ തീപ്പൊള്ളലേറ്റ് അങ്ങനെയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലും ജീർണിച്ച ഒരു
മയ്യത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തയമ്മും ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുളിയെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത്. ഷഹീദാണെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കണോ കുളിപ്പിക്കണ്ടേന്ന് പറഞ്ഞു. ഷഹീദിനെ കുളിപ്പിക്കൽ ഹറാമാണ്. ഓക്കെ, ആരെയാണ് കുളിപ്പിക്കൽ നിർബന്ധമാകുക എന്ന് പറഞ്ഞിരുന്നു. പിന്നെ വുളൂ, മയ്യത്ത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വുളൂ ചെയ്ത് കൊടുക്കണം. സോപ്പ് മുതലായവ ഉപയോഗിച്ച് ദേഹം മുഴുവനും 3 വട്ടം കഴുകുക എന്നിവയൊക്കെ എന്താണ്? സുന്നത്താണ്. അതുപോലെ കുളിപ്പിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കുളിപ്പിക്കുന്നവൻ മയ്യത്തിൻ്റെ ഔറത്ത് നോക്കുകയോ മറ കൂടാതെ തൊടുകയോ ചെയ്യരുത്. അതുപോലെ തയമ്മം ചെയ്ത് കൊടുക്കണം. എപ്പോഴാണ് തയമ്മം ചെയ്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത്? മയ്യത്ത് ജീർണിച്ച അവസ്ഥയിൽ ആയതിനാൽ കുളിപ്പിക്കാൻ കഴിയാതെ വന്നാൽ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തയമ്മം ചെയ്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി കഫൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ മയ്യത്തിനെ കഫൻ ചെയ്യണം. ദേഹമാസകലം മൂടുന്ന ഒരു വസ്ത്രമാണ് ഏറ്റവും കുറഞ്ഞ കഫൻ പുടവ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പുടവ കഫൻ പുടവ എന്ന് പറയുന്നത് ദേഹം മുഴുവൻ എന്ത് ചെയ്യണം? മൂടുന്ന ഒരു വസ്ത്രമാണ്. പൂർണ്ണമായത് പുരുഷന് 3 കഷ്ണം തുണിയും സ്ത്രീക്ക് 1 അരയുടുപ്പ്, മുഖമക്കന, നീളം കുപ്പായം, 2 കഷ്ണം തുണി എന്നിവയാണ്. അപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. അപ്പോൾ പുരുഷന് 3 കഷ്ണം തുണി, എന്നാൽ സ്ത്രീക്കോ അരയുടുപ്പ് വേണം, മുഖമക്കന വേണം, നീളം കുപ്പായം വേണം, 2 കഷ്ണം തുണി എന്നിവയാണ്. നെക്സ്റ്റ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുമല്ലോ. ഓക്കെ, മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഒരു പൂർണ്ണരൂപം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? തക്ബീർ ചൊല്ലുന്നു. തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതി കഴിഞ്ഞ് പിന്നെ നമ്മൾ റുക്കുവൊക്കെ പോവുകയല്ലേ ചെയ്യുന്നത്? ആണോ? ആണെന്ന് അല്ല ചങ്ങായിമാർ. നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും തക്ബീർ ചൊല്ലുന്നു. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി അങ്ങനെ ആ തക്ബീറിന് ശേഷം, 2ാം തക്ബീറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലേ, അത് ഓതുന്നു. പിന്നെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അത് കഴിഞ്ഞ ശേഷം സുജൂദക്ക് പോവാണോ? അല്ല, വീണ്ടും തക്ബീർ ചൊല്ലുന്നു. അങ്ങനെ 3ാമത്തെ തക്ബീറിന് ശേഷം ദുആ കഴിഞ്ഞിട്ടതിന് ശേഷം വീണ്ടും തക്ബീർ ചൊല്ലി അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിനാ എന്ന് പറയുന്ന ദിക്ർ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൂടെ ചൊല്ലിക്കഴിഞ്ഞ ശേഷം സലാം വീട്ടുന്നു. അതാണ് പൂർണ്ണ രൂപം, മയ്യത്ത് നമസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം. ഓക്കെ, അതൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ഞാൻ ചൊല്ലിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് കബറടക്കലാണ്. നിസ്കരിച്ച ശേഷം മയ്യത്തിനെ കബറടക്കം ചെയ്യണം. അങ്ങനെ നമസ്കാരം കുളിപ്പിച്ചു, കഫൻ ചെയ്തു, അതുപോലെ നിസ്കരിച്ചു. ശേഷം നമ്മൾ 4ാമത്തെ പ്രക്രിയയാണ്, കടമയാണ് കബറടക്കൽ എന്ന് പറയുന്നത്. നിസ്കരിച്ച ശേഷം മയ്യത്തിനെ കബറടക്കം ചെയ്യണം. സുരക്ഷിതവും വാസന തടയുന്നതുമായ കുഴിയിലാണ് കബറടക്കേണ്ടത്. നമുക്കെല്ലാവരും ഇടണം 6 അടി മണ്ണ് അല്ലേ? ഓക്കെ, അത്രയും കുഴിച്ചിട്ടാണ് നമ്മൾ ഓരോ മനുഷ്യനെയും കബറടക്കുന്നത്. അങ്ങനെ കബറടക്കുന്ന സമയത്ത് മയ്യത്തിനെ കബറിൽ കിബിലക്ക് നേരെയായിട്ട് ചരിച്ച് കിടത്തൽ നിർബന്ധമാണ്. കിബിലക്ക് നേരെയായിട്ട് ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലോ, ളുഹർ 5 വക്ത് നമസ്കാരം. ളുഹർ ഏതൊക്കെയാണ് നമസ്കാരങ്ങൾ? ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. ഓക്കെ, ഈ നമസ്കാരം നമ്മൾ നമസ്കരിക്കുന്ന ആ ഭാഗത്തോട്ടാണ് ചിരിച്ച് കിടത്തൽ നിർബന്ധമാണ്. അത് വലതുഭാഗത്തിൻ്റെ മേൽ ആയിരിക്കലും മുഖത്തിൻ്റെ വലതുഭാഗത്തിൻ്റെ കഫൻ തുണി നീക്കി നമ്മൾ ഉഷാറായി ഓരോരുത്തരിലെ മുഖമൊക്കെ മിനുക്കി വെളുപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് ഉഷാറായി ഇങ്ങനെ നടന്നിരുന്ന ആ മുഖം അവിടെയാണ് നമ്മൾ എന്താണ് വലത് കവിൽ മണ്ണോട് ചേർത്ത് വെക്കലും 3 കല്ല് വെച്ചതിന് ശേഷം അവിടെ കൂടിയവർ 3 പിടി മണ്ണ് വാരി കബറിലേക്ക് ഇടലും സുന്നത്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു അഹ്കാമുൽ ജനാസയെക്കുറിച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. ഓക്കെ, അങ്ങനെ 3 പിടി മണ്ണ് വാരി കബറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടത്, 1-ാം പിടി വാരിടുന്ന സമയത്ത് കുറച്ചു മണ്ണ് വാരി കബറിലേക്ക് ഇടുന്ന സമയത്ത് മിൻഹാ ഖലഖ്നാക്കും എന്നും, 2ാമത്തേതിൽ വഫിഹാ നുഈദുക്കും, 3ാമത്തേതിൽ വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ എന്നും എന്നും പറയണം. 1ാമത്തെ പിടി മണ്ണ് മിൻഹാ ഖലഖ്നാക്കും, നിന്നെ സൃഷ്ടിച്ചത് ഏതിൽ നിന്നാണ്? ഈ മണ്ണിൽ നിന്നാണ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചതും ഈ മണ്ണിൽ നിന്ന്. 2ാമത്തെ പിടി മണ്ണ് വാരിടുന്ന സമയത്ത് വഫിഹാ നുഈദുക്കും, നിൻ്റെ മടുക്കം, അതായത് നിൻ്റെ തിരിച്ചു ചെല്ലൽ, നിൻ്റെ മടക്കം, അത് ഏതിലേക്കാണ്? അതും ആ മണ്ണിലേക്ക് തന്നെ. വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, പിന്നൊരിക്കൽ നിന്നെന്ത് ചെയ്യും? വീണ്ടും ഇതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതാണ് എന്ന് പറയും. മയ്യത്തിൻ്റെ മേൽ മണ്ണ് വീഴാതിരിക്കാനായി കല്ല് പോലെയുള്ളവ വെക്കൽ നിർബന്ധമാണ്.
കല്ല് പോലെയുള്ള വെക്കൽ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിനെക്കുറിച്ചുള്ള വിവരം കാര്യങ്ങളൊക്കെ കിട്ടും. ജസ്റ്റ് മയ്യത്ത് നമസ്കാരം എന്നോ അങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഹ്കാമുൽ ജനാസ എന്ന് പറഞ്ഞാൽ തന്നെ അടിച്ചാൽ, അല്ലെങ്കിൽ മയ്യത്തിൻ നമസ്കാരത്തിൻ്റെ വിധികൾ എന്നൊക്കെ യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ചിലപ്പോൾ വീഡിയോ സഹിതം കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ ലിങ്ക് അയച്ചു തരും, പേഴ്സണലായിട്ട് അയച്ചു തരും. ആർക്കും ഞാൻ അതിൻ്റെ വീഡിയോ ഗ്രൂപ്പിൽ ഞാൻ അയച്ചു തരില്ല. ചോദിക്കുന്നവർക്ക് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ലിങ്ക്, അതായത് മയ്യത്ത് നമസ്കാരത്തെ കുളിപ്പിക്കുന്ന രീതിയും കാര്യങ്ങളും ചെയ്യുന്ന അതൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് മാത്രം ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പിൽ ഞാൻ അയക്കുന്നില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മയ്യത്തിൻ്റെ മേൽ മണ്ണ് വീഴാതിരിക്കാനായി കല്ല് പോലെയുള്ള വെക്കൽ നിർബന്ധമാണ്. ഖബറടക്കിയ ശേഷം തെൽഖീൻ, തസ്ബീത്ത് എന്നിവ ചൊല്ലലും ദുആ ചെയ്യലും മയ്യത്തിൻ്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കലും സുന്നത്താണ്. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ അപ്പോൾ പ്രത്യേകം നമ്മളെന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ സങ്കടപ്പെടാതെ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരെ സമാധാനപ്പെടുത്തുക. മറ്റുള്ളവരെ പോയിട്ടിപ്പോൾ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ മരണ വീട്ടിലൊക്കെ നമുക്കറിയാമല്ലേ, പോയിട്ടുണ്ടെങ്കിലൊക്കെ എല്ലാവരും വളരെയധികം സങ്കടത്തിലിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മളെന്ത് ചെയ്യുക, അവരൊക്കെ നല്ല വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കുക. നമ്മളവിടെ പോയിട്ട് അവരെ തളർത്തല്ല വേണ്ട. ആടാ അനക്ക് അങ്ങനെ വേണം, അവൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തളർത്തുക. അത് നല്ലത് പറഞ്ഞ് അവർക്ക് എന്ത് ചെയ്യുക, ഒരു ആശ്വാസം നൽകുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് മയ്യത്തിൻ്റെ വീട്ടുകാരെ സന്ദർശിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടുന്ന് പോരുക. നെക്സ്റ്റ് ഉത്തരം എഴുതാം. മയ്യത്തിനു വേണ്ടി ചെയ്യേണ്ട സാമൂഹിക ബാധ്യതകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്, ഷഹീദിനെ കുളിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? 3, മയ്യത്ത് കുളിപ്പിക്കുന്ന വിധം എങ്ങനെ? 4, സ്ത്രീകളുടെ പൂർണ്ണമായ കഫൻ പുടവ ഏത്? 5, ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? പാഠഭാഗം 3-4 തവണ വായിക്കുക, അതിനുശേഷം മാത്രം ഉത്തരം എഴുതാൻ വേണ്ടി ഇരിക്കുക. ഓക്കെ, എന്നാൽ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.